ഞാൻ പറയാൻ പോകുന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, സുന്നത്ത് എന്ന് പറഞ്ഞാൽ തലമറക്കൽ മുതൽ എല്ലാം ഉണ്ട്. അവർ സുന്നത്തിനെ നിഷേധിച്ചിട്ട് അല്ലെങ്കിൽ അത് ചെയ്യാതെ വേറുള്ളവനെ ഉപദേശിക്കാൻ ഇസ്ലാമിൽ സ്ഥാനമുണ്ടോ എന്ന് കൂടി ഇതിൽ പറയണം. മാത്രമല്ല ഇത് അതിന് ചോദ്യത്തിന് ഉത്തരം പറയണം. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ ചോദ്യകർത്താവ് മുസ്തഫ സാഹിബ്, അദ്ദേഹം ഒരു ചോദ്യവും ഒരു അനുബന്ധമായ കാര്യവുമാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞത്. ഒന്ന്, തലമറക്കൽ കൂടി സുന്നത്താണ്, ആ സുന്നത്ത് ജീവിതത്തിൽ പാലിക്കാതെ മറ്റു വിഷയങ്ങൾ ഉപദേശിക്കുന്ന അർത്ഥമുണ്ടോ എന്നാണ്. അതിൽ രണ്ടു ഭാഗങ്ങൾ സുഹൃത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, തലമറക്കൽ പ്രത്യേകിച്ച് സുന്നത്തായി സ്വഹീഹായ ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നിങ്ങൾ തലമറക്കണം എന്ന് സുന്നത്തായി നമ്മെ പ്രത്യേകമായി പറഞ്ഞിട്ടില്ല. താടി വളർത്താൻ പറഞ്ഞു, ധാരാളം ഹദീസിൽ അത് വന്നിട്ടുണ്ട്. മീശ വെട്ടാൻ പറഞ്ഞു, അത് ഹദീസുകൾ വ്യത്യസ്തമായ തലത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വെള്ളവസ്ത്രം ധരിക്കാൻ പറഞ്ഞു, അത് ഹദീസിലൂടെ സ്വഹീഹായി വന്നിട്ടുണ്ട്. അതേപോലെ നെരിയാണിക്ക് മുകളിൽ വസ്ത്രമാകണം എന്ന് പറഞ്ഞു, വ്യത്യസ്ത ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച കൂട്ടത്തിൽ നിങ്ങൾ തലമറക്കണം എന്ന് ഒരു അധ്യാപനം സ്വീകാര്യയോഗ്യമായ പരമ്പരയിൽ വന്നു കിട്ടിയിട്ടില്ല. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാട്ടിൽ മക്കയിൽ അറബികൾ അന്നും അതിനു മുമ്പും അതിന് ശേഷവും ഒക്കെ സ്വീകരിച്ചു പോന്ന അവരുടെ നാട്ടിലെ ഒരു വേഷമാണ് തല മറക്കുക എന്നത്. അത് നബിയാകുന്ന മുമ്പും മറച്ചിട്ടുണ്ട്, അബൂജഹലും തല മറച്ചിട്ടുണ്ട്. അതേപോലെ അറബികൾ അന്നും ഇന്നും മറക്കാറുണ്ട്. ഇന്ന് അറബികൾ തലപ്പാവിന് മുകളിൽ ഒരു കറുത്ത വട്ടുകൂടി ധരിക്കാറുമുണ്ട്. അതും പഴയ കാലത്തെ ഉണ്ട്. അന്ന് ഈത്തപ്പന നാര് കൊണ്ട് കെട്ടാറ്, അങ്ങനെ മരുഭൂമിയാണ്, അതുകൊണ്ട് നടന്നു പോകുമ്പോൾ അവർ തല മറക്കുന്നതിന് അന്നത്തെ കാലത്ത് ഒരു ഉദ്ദേശം അതാണ്. പെട്ടെന്ന് ഈ പൊടിക്കാറ്റടിക്കും, അപ്പം ഒന്നാകെ പൊടി പാറും. അത് സംരക്ഷിക്കാൻ കൂടിയാണ് അവർ ഒരു മുണ്ട് സാധാരണ സ്വീകരിച്ചു പോകുന്നത്. അത് പാറിപ്പോകാതിരിക്കാൻ മുകളിൽ ഈത്തപ്പന നാര് കൊണ്ട് അവർ കെട്ടുകയും ചെയ്യും. അത് പരിഷ്കരിച്ച് വന്നപ്പോൾ റെഡിമെയ്ഡ് സാധനം വാങ്ങാൻ കിട്ടി, അപ്പോൾ അത് വാങ്ങി വെച്ചു. പിന്നെ അത് ഓൽക്ക് പേരും പെരുമയുമായി മാറി. പിന്നെ കുടുംബത്തിനനുസരിച്ചും നാട്ടിനനുസരിച്ചൊക്കെ വ്യത്യസ്ത വട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഗൾഫ് പോയ മനുഷ്യന്മാർക്ക് വട്ട് കണ്ടവർ പറയും, ഇയാൾ സൗദിയാണോ, ഇയാൾ ഇമാറാത്തിയാണോ, ഇയാൾ ഒമാനിയാണോ എന്നൊക്കെ ആ വട്ട് നോക്കിയിട്ട് പറഞ്ഞ മനുഷ്യന്മാരുപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വന്നു. ഒമാനിൽ പോയാൽ അതിന് പുറമെ ഒരു വടിയും കാണും, കയ്യിലൊരു വടിയും അരയിലൊരു കഠാരയും ഒമാനികൾക്ക് കാണാം. ആ വടി പോലും വ്യത്യസ്ത ഐറ്റം വടിയാണ്. ആ വടി നോക്കിയാൽ അറിയാം ഏത് കബീലയാണ്, ഏത് കുടുംബമാണ്. ആ കുടുംബത്തെ തറവാട്ടിന്റെ മഹിമക്കനുസരിച്ച് പിടിക്കുന്ന വടിക്ക് വ്യത്യാസമുണ്ട് എന്ന് തറവാട്ടുകാരായ ഒമാനിയുടെ കൂടെ ഒരു സദസ്സ് പോയപ്പോഴാണ് മനസ്സിലായത്. ഇയാൾ വടിയും പിടിച്ച് കയറിയപ്പോൾ തന്നെ അവിടുന്ന് ഇങ്ങോട്ട് വിളിച്ചു. ഇയാളെ കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ട് അവിടുന്ന് ഇയാളെ നേരിട്ട് വിളിക്കുന്നത് കേട്ടു. അപ്പോൾ ഞങ്ങൾ പോരുമ്പോൾ ചോദിച്ചു എങ്ങനെ അറിഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വടി ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നാ. അപ്പോൾ അതിന് തല വളഞ്ഞതുണ്ട്, വളയാത്തുണ്ട്. ആ വളച്ചിൽ തന്നെ പല സൈസ് വളച്ചിലുണ്ട്. അത് നോക്കിയിട്ട് ഇന്ന കുടുംബത്തിൻ്റെ ആണ് ആ വളയൽ എന്ന് അവർക്കറിയാം, നമുക്കറിയില്ല. അപ്പം അങ്ങനെ ആ നാട്ടിൽ സ്വീകരിച്ചു പോകുന്ന വേഷമാണ്. അതുകൊണ്ട് നമുക്ക് അനുവദനീയമായ വേഷമാണ്. ഒരാൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ഒരു ഹലാലായ ജായിസായ വേഷമാണ്, പാടില്ലാത്തതല്ല, ബിദ്അത്തല്ല. എന്നാൽ അതിൻ്റെ പേരിൽ പിൽക്കാലത്ത് പിന്നെ കുറേ കള്ളക്കഥകൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പേരിലേക്ക് വ്യാജമായി ചേർത്തി പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നബി തങ്ങൾ പറയാത്തത് നബി പറഞ്ഞുവെന്ന പേരിൽ കള്ള റിപ്പോർട്ടുണ്ടാക്കി തലപ്പാവിന്റെ മഹത്വം പറയാൻ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണമായി സ്വലാത്തുൻ ബി അമാമത്തിൻ ഖൈറു മിൻ അൽഫി സ്വലാത്തിൻ ബിലാ അമാമ. തലപ്പാവുള്ള ഒരു നിസ്കാരം തലപ്പാവില്ലാത്ത 1000 നിസ്കാരത്തേക്കാൾ ഖൈറാകുന്നു. അവിടെ തൊപ്പിട്ടാ പോലും പോലെ തലയിട്ടിട്ടാണെന്നാണ് അവിടെ. മറ്റൊരു റിപ്പോർട്ട് ജുമുഅത്തുൻ ബി അമാമ ഖൈറു മിൻ 70 അൽഫി ജുമുഅ ബിലാ അമാമ. തലപ്പാവുള്ള ഒരു ജുമുഅ തലപ്പാവില്ലാത്ത 70,000 ജുമുഅയേക്കാൾ പുണ്യമാകുന്നു. ഇതൊക്കെ നബി പറഞ്ഞു എന്ന പേരിൽ പിൽക്കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ടതാണ്. അൽ ഫർഖു ബൈനൽ മുസ്ലിമി വൽ കാഫിർ അൽ അമാമത്തു ഫൗഖൽ ഖലൻസുവ. ഒരു മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം തൊപ്പിയുടെ മുകളിൽ തലയിക്കെട്ട് കെട്ടലാണ്. മുസ്ലിമാണ് തൊപ്പിയിട്ട് അതിന് മേലെ കെട്ടും, മുസ്ലിം അല്ലേ തൊപ്പി ഇടാതെ തലയിക്കെട്ട് കെട്ടും. അതാ രണ്ടാളും തമ്മിലുള്ള വ്യത്യാസം എന്ന് കള്ളക്കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലാ സ്വാഹിബിൽ അമാഇം. തലപ്പാവുള്ള ആളുകൾക്ക് അല്ലാഹും മലക്കളും സ്വലാത്ത് ചെല്ലും എന്നുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതൊക്കെ പിൽക്കാലത്ത് വ്യാജമായി പ്രചരിപ്പിക്കപ്പെട്ട ചില കഥകൾ മാത്രമാണ്, അതിനൊന്നും വലിയ കഥയില്ല. അതുകൊണ്ട് അനുവദനീയമായ വേഷമാണ് ഒരാൾക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ഇനി നബി അങ്ങേയറ്റം സ്നേഹിച്ച് നബിയുടെ വേഷവും നബിയുടെ സംസ്കാരവും നബിയുടെ ദുന്യവിയായ ചെയ്തികൾ കൂടി
ഒരാൾ ജീവിതത്തിൽ പാലിക്കുന്നു എന്ന് വിചാരിക്കാം. ഒരാൾ കഴുതപ്പുറത്ത് തന്നെ പോവുകയാണ്, ബസ് കയറുന്നില്ല, വാഹനത്തിൽ കാറ് കയറുന്നില്ല, അയാൾ കഴുതപ്പുറത്ത് പോകുക. എന്തേ കാര്യം? എൻ്റെ റസൂൽ കഴുതപ്പുറത്താണ് പോയത്, ഞാൻ കഴുതപ്പുറത്ത് പോവുകയാണ് എന്ന് പറയാം. ഈത്തപ്പൻ്റെ ഓല ഇവിടുന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അതുകൊണ്ടൊരു വീടൊക്കെ ഉണ്ടാക്കിയിട്ട് താഴെ മണലൊക്കെ ഇട്ടിട്ട് ആ വീട്ടിൽ താമസിക്കുക. ഒരു ടൈലും വേണ്ട, മാർബിളും വേണ്ട, സിമെൻറ്റും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ റസൂൽ അങ്ങനെയായിരുന്നു. ഗോതമ്പിൻ്റെ കഞ്ഞി ഉണ്ടാക്കിയിട്ട് അത് കുടിക്കുക, എൻ്റെ റസൂൽ അങ്ങനെയായിരുന്നു. ഒട്ടകപ്പാല് കുടിക്കുന്നു, എൻ്റെ റസൂൽ അങ്ങനെയായിരുന്നു. ഒരു നീളം കുപ്പായം ഇടുന്നു, ഒരു തലയിൽ മുണ്ടും ഇടുന്നു, എൻ്റെ റസൂൽ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് എല്ലാ രംഗത്തും ഒരാൾ നബിയെ അങ്ങനെ മാതൃകയാക്കാൻ ഒരാൾ ശ്രമിക്കുന്നുവെങ്കിൽ ആ സ്നേഹം സ്വാഗതാർഹമാണ്. അതുകൊണ്ടും ആ കാര്യം സുന്നത്താകൂല. അതുകൊണ്ട് ഗോതമ്പ് കഴിക്കാൻ സുന്നത്താകോ? ഇല്ല. കഴുതപ്പുറത്ത് പോലെ സുന്നത്താകോ? ഇല്ല. ഈത്തപ്പൻ്റെ പോലെ കൊണ്ട് വീടുണ്ടാക്കുന്ന സുന്നത്താകോ? ഇല്ല. പക്ഷെ ആ സ്നേഹം സ്വാഗതാർഹമാണ്, പ്രശംസനീയമാണ് എന്ന് പറയാമെന്നല്ലാതെ അതുകൊണ്ട് ഈ കാര്യം ദീനിന്റെ ഭാഗമായി മാറുകയുമില്ല. ഇനി ഒരാൾ സുന്നത്ത് ചെയ്തില്ല എങ്കിൽ ആ സുന്നത്ത് ചെയ്യാൻ ആളുകൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നല്ലാതെ അയാൾ വേറെ ഒരു സുന്നത്തിനെ പറ്റി പറയാൻ പാടില്ല, ഒരു ഫർളിനെയും കുറിച്ച് പറയാൻ പാടില്ല, ഒരു ശിർക്കിനെതിരെ സംസാരിക്കാൻ പാടില്ല എന്നതിനർത്ഥമില്ല. ഫർളാണ് നിർബന്ധമായും ചെയ്യേണ്ടത്. സുന്നത്തുകൾ ഐച്ഛികമായി ചെയ്യാവുന്നതാണ്, പരമാവധി ചെയ്യാൻ പരിശ്രമിക്കേണ്ടതാണ്. ഒരു സുന്നത്ത് ചെയ്യാത്തൊരാൾ ആ സുന്നത്ത് ചെയ്യാൻ ആളുകൾ ഉത്ബോധിപ്പിക്കാൻ പാടില്ല എന്നത് ശരിയാണ്. എന്നാൽ ജീവിതത്തിൽ എല്ലാ സുന്നത്തും 100% പാലിക്കുന്ന ഒരാൾക്ക് ദീനേ പറയാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല എന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു.